ADGP പത്മകുമാർ ഭീഷണിപ്പെടുത്തി ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുവെന്ന് തട്ടിപ്പ് കേസ് പ്രതി സരിത എസ് നായരുടെ പരാതി. പത്മകുമാർ അശ്ലീല സന്ദേശങ്ങളും സ്വന്തം ശരീരത്തിന്റെ നഗ്നചിത്രങ്ങളും അയച്ചതായും സരിത DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എറണാകുളം റേഞ്ച് ഐജിയായിരുന്ന പത്മകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സരിത ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പത്മകുമാറിനെതിരെ സരിത DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ: ടീം സോളാർ കമ്പനി ആരംഭിച്ചതിന് ശേഷം 2012 മുതൽ എറണാകുളം റേഞ്ച് ഐജിയായിരുന്ന പത്മകുമാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി തന്റെ ഫോണിൽ വിളിക്കുകയും തന്നോട് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് അസഭ്യ മെസ്സേജുകളും സ്വന്തം ശരീരത്തിന്റെ നഗ്നചിത്രങ്ങളും അയച്ചു. ബ്ലാക്ക്ബെറി മെസ്സഞ്ചർ വഴിയായിരുന്നു ഫോട്ടോകൾ അയച്ചത്. 2012 ഓഗസ്റ്റ് മാസത്തിൽ ബിജു ഒളിവിൽ പോയതിനു ശേഷം കമ്പനിക്കെതിരെ ഉയർന്ന പരാതികൾ തീർക്കാൻ താൻ പത്മകുമാറിനെ കണ്ടിരുന്നു. എന്നാൽ പരാതിയിന്മേൽ തനിക്കെതിരെ നടപടി വേണ്ടെങ്കിൽ കലൂരിലെ ഫ്ളാറ്റിലേക്ക് വരണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. അത്തരമൊരു സന്ദർഭത്തിൽ അതിന് വഴിപ്പെടേണ്ടി വന്നതായും സരിത നൽകിയ പരാതിയിൽ പറയുന്നു. താൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പോലീസ് പിടിച്ചെടുത്ത ഫോണുകളിൽ ഒന്നിലുണ്ടായിരുന്നതാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായ ദൃശ്യമെന്നും സരിത പരാതിയിൽ പറയുന്നുണ്ട്. അത് പുറത്തുപോയത് പത്മകുമാറിന്റെ പക്കൽ നിന്നാണെന്നും സരിത ആരോപിക്കുന്നു. തന്റെ മൊബൈൽ ഫോണിലുള്ള ദൃശ്യങ്ങളും വീഡിയോകളും പുറത്തുവിട്ട് സോളാർ കേസിന് രാഷ്ട്രീയ മാനം നൽകി ഔദ്യോഗിക നേട്ടങ്ങൾ പത്മകുമാർ നേടിയതായും സരിത പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. സോളാർ കേസിന് രാഷ്ട്രീയ മാനം നൽകിയതിന്റെ പ്രത്യുപകാരമായാണ് പത്മകുമാറിന് ADGP സ്ഥാനക്കയറ്റം നൽകിയതെന്നാണ് സരിതയുടെ മറ്റൊരു ആരോപണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.